When you want something, all the universe conspires in helping you to achieve it. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി അവർ ഗൂഢാലോചന ചെയ്യും. പൗലോ കൊയ്ലോയുടെ വാക്കുകളാണ്. പക്ഷേ അത് നേടണമെന്ന അതിതീവ്രമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം. നമസ്കാരം, എന്റെ പേര് സുനിൽ ദത്ത്. എല്ലാവർക്കും സ്പിയർ മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കണക്കുമായിട്ട് ബന്ധപ്പെട്ട 2 പോർഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് പോർഷൻസിനകത്തെ ടോപ്പിക്കാണ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് പോർഷനകത്തെ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സംഖ്യകൾ. നിങ്ങൾക്കറിയാം, സംഖ്യകൾ, പലതരത്തിലുള്ള സംഖ്യകൾ, പല വിധത്തിലുള്ള സംഖ്യകൾ. ഈ സംഖ്യകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കണക്കുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സംഖ്യകളാണ് നമുക്ക് ആദ്യം പഠിച്ചെടുക്കേണ്ടത്. എന്നാൽ നമുക്ക് മത്സര പരീക്ഷയിലേക്ക് ആദ്യം നേരിട്ട് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പ്രധാനമായും വേണ്ടപ്പെട്ട 1-2 സംഖ്യകളെ നമുക്ക് ആദ്യം പഠിച്ചെടുക്കാം. അതിലൊന്നാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അത് എല്ലാ മത്സര പരീക്ഷകളുടെയും സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ് ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. അനകസംഖ്യയും ഇപ്പൊ ഈ അടുത്തിടയ്ക്കായി പല എക്സാമിനകത്തും ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ 2 ആൾക്കാരെയും ഈ 2 സംഖ്യകളെയും പരിചയപ്പെടാം. എല്ലാവർക്കും സ്പിയർ മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, തുടക്കമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ 2 പോർഷൻസും ഒരുമിച്ച് കവർ ചെയ്യും. റീസണിംഗ് പോർഷൻസും ക്വാണ്ടിറ്റേറ്റീവ് പോർഷൻസും ഒരുമിച്ച് കവർ ചെയ്യും. റീസണിംഗ് പോർഷൻസ് നമ്മൾ ചൊവ്വാഴ്ചകളിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളിലും ക്വാണ്ടിറ്റേറ്റീവ് പോർഷൻസ് വെള്ളിയാഴ്ചകളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പോർഷനാണ്. സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. സംഖ്യകളെ പഠിക്കണം. സംഖ്യകളെ പറ്റി പഠിക്കുമ്പം ആദ്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ മത്സര പരീക്ഷകളിൽ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 2 സംഖ്യകൾ. അതിലൊന്നാണ് അഭാജ്യ സംഖ്യ, മറ്റൊന്നാണ് അനകസംഖ്യ. അഭാജ്യ സംഖ്യയും പ്രൈം നമ്പേഴ്സും അനകസംഖ്യ പെർഫെക്റ്റ് നമ്പേഴ്സും എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ടും അനകസംഖ്യ എന്താണെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അഭാജ്യ സംഖ്യ? എന്താണ് പ്രൈം നമ്പേഴ്സ്? അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? കുഞ്ഞു ക്ലാസ് തൊട്ടേ കണക്ക് പഠിച്ചു തുടങ്ങുന്ന സന്ദർഭം മുതലേ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഈ അഭാജ്യ സംഖ്യ എന്നും പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഇപ്പോഴും PSC എക്സാമിന്റെ സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നായിട്ട് ഒറ്റയാനെ കണ്ടെത്തുക, ശ്രേണികൾ പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളിലൊക്കെ എപ്പോഴും പ്രൈം നമ്പേഴ്സ് ചോദിക്കുകയും ചെയ്യും. എന്നാൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ അഭാജ്യ സംഖ്യ, എന്താണ് ഈ പ്രൈം നമ്പർ. ഓക്കെ, എന്താണ് അതിന്റെ ഡെഫിനേഷൻ? നിങ്ങൾ തന്നെ ഇങ്ങനെ പറയണം. ആരെങ്കിലും ഒന്ന് അഭാജ്യ സംഖ്യ എന്താന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്തുവാ അഭാജ്യ സംഖ്യ? അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമായാൽ അതിനെ നമുക്ക് അഭാജ്യ സംഖ്യ എന്ന് പറയാം. പറയണേ, എന്തു അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമായാൽ അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയാം. എന്തു ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ്. ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് 1 വരാം, പിന്നെ ആ നമ്പരും പറയാം. ചിലപ്പോ ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരാൾക്ക് സംശയം, എന്തു പറയുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 വരുന്ന, ആ നമ്പർ വരുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എപ്പോഴും അറിയേണ്ടത് കണക്ക് നമ്മൾ എങ്ങനെ പഠിക്കണ്ടേ? കണക്ക് നമ്മൾ ഡെഫിനേഷനായിട്ടാണ് പഠിക്കണ്ടേ? കണക്ക് അങ്ങനെയല്ല പഠിക്കണ്ടേ? കണക്ക് നമുക്ക് എപ്പോഴും പഠിക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസ് വെച്ചല്ലേ, ഉദാഹരണങ്ങൾ വെച്ചല്ലേ കണക്ക് പഠിക്കണ്ടേ? എന്നാൽ നമുക്കൊരു ഉദാഹരണം പറയാം. എന്താ? ഒരു സംഖ്യയുടെ ഘടകങ്ങൾ. ഞാനൊരു സംഖ്യ എടുക്കുക. ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 7 എന്നും പറഞ്ഞൊരു സംഖ്യ ഞാൻ എടുത്തു. അത് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തരും. 7 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു തരും. പറ, 7 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് താണ്ട് എങ്ങനെ നോക്കാം. ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 7 കിട്ടും എന്നുള്ളതാണ് 7ന്റെ ഘടകം. ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 7 കിട്ടും എന്നുള്ളതൊക്കെയാണ് 7ന്റെ ഘടകം.
അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പറയും ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 7 കിട്ടും? പറ, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 7 കിട്ടും? 1 × 7 = 7. 1 × 7 = 7. ഇതല്ലേ ഉള്ളു? വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അന്നേരം നമുക്ക് ഇപ്പോഴേ ക്ലിയർ ആയി. 7ന്റെ ഘടകം ഏതൊക്കെയാ? 1ഉം 7ഉം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവനെ ഒന്ന് വായിക്കാം. എന്താ അഭാജ്യസംഖ്യ? ഒരു സംഖ്യയുടെ ഘടകങ്ങൾ. ഒരു സംഖ്യയുടെ 7ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം ആ സംഖ്യയും മാത്രമായാൽ അതിനെ അഭാജ്യസംഖ്യ എന്ന് പറയാം. പറഞ്ഞേ, 7ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1ഉം ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 7ഉം മാത്രമല്ലേ ഉള്ളു. 1 7 മാത്രമാകുമ്പം 1ഉം ആ സംഖ്യയും മാത്രമായതുകൊണ്ട് 7 നമ്മൾ പറയും 7 എന്ന് പറഞ്ഞ അഭാജ്യസംഖ്യയാണ്. പറയത്തില്ലേ? ക്ലിയർ ആയി? അഭാജ്യസംഖ്യ എന്താന്ന് മനസ്സിലായി? ഒരു നമ്പറൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്ത് ഉറപ്പിച്ച് പറയും. നിങ്ങൾ എന്നോട് പറയും 13 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യസംഖ്യ ആണോ അല്ലയോ എന്ന് പറയും. 13 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യസംഖ്യ ആണോ ഇല്ലയോ? ഇതൊന്നും അറിയാത്ത ഒരാള് പെട്ടെന്ന് അയാൾക്ക് 13 അഭാജ്യസംഖ്യ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിൽക്കുന്ന ഒരാള്, അവനൊരു സംശയം, 13 എന്ന് പറഞ്ഞ അഭാജ്യസംഖ്യ ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കും? അവൻ എങ്ങനെ ആലോചിക്കണ്ടേ? അവന്റെ മനസ്സിൽ ആദ്യം വരേണ്ട ചിന്ത എന്താ? 13 പ്രൈം നമ്പർ ആണോ? അവൻ എങ്ങനെ നോക്കും? അവൻ ഇങ്ങനെ നോക്കും. 13 ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാ 13 കിട്ടും എന്ന് നോക്കും. അന്നേരം ആലോചിക്കും, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 13 കിട്ടും? 1 × 13 = 13. ശരിയല്ലേ? 1നെ കൊണ്ട് 13 ഗുണിച്ചാൽ 13 കിട്ടും. മറ്റേതെങ്കിലും സംഖ്യയെ കൊണ്ട് ഗുണിച്ചാൽ 13 കിട്ടുവോ? ഇല്ല. ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ പറയും 13ന്റെ ഘടകമായിട്ട് 1 ഉണ്ട്, പിന്നെ 13ന്റെ ഘടകമായിട്ട് 13 ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ 13ന്റെ ഘടകം? 1ഉം ആ സംഖ്യയും മാത്രം. ക്ലിയർ ആയി? അതുകൊണ്ട് അവൻ പറയും മറ്റ് ഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഘടകങ്ങളായിട്ട് 1ഉം ആ സംഖ്യയും മാത്രമേ ഉള്ളത് കൊണ്ട് 13 എന്ന് പറഞ്ഞ അഭാജ്യസംഖ്യയാണെന്ന് അവൻ പറയും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? അങ്ങനെയാണെങ്കിൽ മറ്റൊരു കുട്ടി, അയാൾക്ക് ഒരു ചെറിയ സംശയം. അയാളുടെ ഡൗട്ട് ഇതാ, 15 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യസംഖ്യയാണോ? 15 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യസംഖ്യയാണോ? ഓക്കെ. അന്നേരം നിങ്ങൾ ചെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, മോനെ 15 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യസംഖ്യയാണോ? അന്നേരം നമുക്ക് എന്ത് നോക്കണം? 15ന്റെ ഘടകങ്ങൾ നോക്കണം എന്ന് പറയും. ഏതൊക്കെയാ 15ന്റെ ഘടകം? 15ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനല്ലേ പറയുന്നേ? എന്നാ പറഞ്ഞു കൊടുത്ത്. ഏതൊക്കെയാ? 1 × 15 = 15. ഓക്കെയാണ്. 1നെ കൊണ്ട് 15 ഗുണിച്ചാൽ 15 കിട്ടും. അറിയാം. ശരി. ഇനി എന്തോ നമുക്ക് നോക്കണ്ടേ? മറ്റു ഘടകങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. എന്നാ ഞാൻ ആലോചിക്കുക, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടും? അവസാനം 5 ആയപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. 5 കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടും. 5നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5നെ കൊണ്ട് 3 ഗുണിച്ചാൽ 15 കിട്ടും. അപ്പൊ നമ്മൾ പറയും ഏതൊക്കെയാണ് 15ന്റെ ഘടകം? 15ന്റെ ഘടകമായിട്ട് ഏതൊക്കെ വരാം? നേരത്തെ പറഞ്ഞതുപോലെ 1 വരാം, പിന്നെ 15 വരാം, പിന്നെ 5 വരാം, 3 വരാം എന്ന് പറഞ്ഞാൽ മറ്റ് സംഖ്യയുടെ വന്നില്ലേടെ? 1ഉം 15ഉം മാത്രമാണോ? അല്ല. മറ്റ് സംഖ്യ എന്ന് പറഞ്ഞാൽ 5ഉം 3ഉം കൂടെ വന്നെന്ന് പറഞ്ഞാൽ മറ്റ് നമ്പേഴ്സ് കൂടെ വന്ന ഇത് അഭാജ്യസംഖ്യയാണോ? അല്ല. അഭാജ്യസംഖ്യ ആകണമെങ്കിൽ ഘടകങ്ങളായിട്ട് ഏത് മാത്രമേ വരാവൂ? 1ഉം ആ സംഖ്യയും. 1ഉം ആ സംഖ്യയും. ഇവിടെ 1ഉം ആ സംഖ്യയും മാത്രമല്ല മറ്റ് സംഖ്യയുടെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയും 15 എന്ന് പറഞ്ഞ എന്തല്ല? പ്രൈം നമ്പർ അല്ല. ക്ലിയർ ആണ്? വ്യക്തമാണ്? ഇത്രയുള്ള പ്രൈം നമ്പർ ഇവിടെ വെച്ച് നമ്മൾ പഠിക്കും. എല്ലാ പ്രൈം നമ്പേഴ്സും പഠിക്കും. ഇത്രയുള്ള പ്രൈം നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തരും. 21 പ്രൈം നമ്പർ ആണോ? 21 പ്രൈം നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, സാറേ 21 പ്രൈം നമ്പർ ആകുന്ന എങ്ങനാ? 1 × 21 21. ശരി, പ്രൈം നമ്പർ ആകാം. പക്ഷേ മറ്റുള്ളത് നോക്കുമ്പം 3 × 7 21 എന്ന് പറഞ്ഞ മറ്റ് ഘടകം വന്നു എന്നാ നിങ്ങൾ പറയും, സാറേ 21ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1 21 മാത്രമല്ല, ഏതൊക്കെയുണ്ട്? 3 7 ഉണ്ട്. മറ്റ് സംഖ്യയോടെ കിടക്കുന്നത് കൊണ്ട് 21 എന്ന് പറഞ്ഞ സംഖ്യയെ പ്രൈം നമ്പർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു തരും. ഓക്കെയാണ്? എന്നാ ഒരിക്കൽ കൂടി നിങ്ങൾ പറയും
17 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യ സംഖ്യയാണോ? ആണോ? 17 അഭാജ്യ സംഖ്യയാണോ എന്ന് നോക്കുമ്പം നിങ്ങൾ ഇങ്ങനെ പറയും, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 17 കിട്ടും? അങ്ങനെ നോക്കുമ്പം ഒന്ന് പറ, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 17 കിട്ടും? 1 ഗുണം 17 എന്ന് പറഞ്ഞാൽ 17. ശരി, മറ്റു സംഖ്യ വല്ലതും ഉണ്ടാ? നല്ലപോലെ ആലോചിച്ച്, മറ്റു സംഖ്യ ഒന്നുമില്ല. ഈ വേറെ ഒരു നമ്പർ കൊണ്ട് പിടിച്ചാലും 17 കിട്ടില്ല. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയും, 17 എന്ന് പറഞ്ഞ സംഖ്യക്ക് മറ്റു ഘടകമൊന്നുമില്ല, 1ഉം 17 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 17 എന്ത് തന്നെയായിരിക്കും? അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെയാണ്. അഭാജ്യ സംഖ്യ എന്താന്ന് നിങ്ങൾക്ക് വ്യക്തമായി, ക്ലിയർ ആയി. എന്താ അഭാജ്യ സംഖ്യ? ഇനി നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ പറയും. കണക്ക് പഠിച്ചിട്ട് ഡെഫിനിഷൻ പറയും. എങ്ങനെ പറയും? ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം ആ സംഖ്യയും മാത്രമായാൽ ആ സംഖ്യയെ നമ്മൾ എന്തെന്ന് പറയും? അഭാജ്യ സംഖ്യ എന്ന് പറയും. ഓക്കെയാണ്, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അഭാജ്യ സംഖ്യയെ പറ്റി കുറച്ചുകൂടി ഒന്ന് പഠിക്കാം. ാണ് അഭാജ്യ സംഖ്യ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാ ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് കണക്കിലോട്ട് വരുമ്പം അഭാജ്യ സംഖ്യ എന്താന്ന് നമുക്കറിയാം. ശരി, അതൊക്കെ ഓക്കെ. പക്ഷെ നമുക്ക് കണക്കിൽ വേണ്ട അതൊന്നുമല്ല. കണക്കിൽ വേണ്ടത് കുറെ അഭാജ്യ സംഖ്യ നമ്മൾ പഠിക്കണം. അഭാജ്യ സംഖ്യകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെ പഠിക്കാം അതിനെപ്പറ്റി പറയാം. അതിന് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ 1 തൊട്ട് 100 വരെയുള്ള അഭാജ്യ സംഖ്യ പഠിച്ചിരിക്കണം. അത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ആ 1 തൊട്ട് 100 വരെയുള്ള ഏത് അഭാജ്യ സംഖ്യ കണ്ടാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ബുദ്ധിമുട്ടൊന്നുമില്ല, കാണാനൊന്നും പഠിക്കണ്ട. നമ്മളത് നമ്പർ നോക്കി 100 പേരെ ഞാൻ എഴുതും. 100 പേരുടെ നമ്പർ എഴുതി നോക്കി നമ്മളെ പ്രൈം നമ്പേഴ്സ് പഠിക്കും. ഓക്കെ, എന്റെ കൂടെ വന്ന നിങ്ങൾ ഇപ്പൊ പഠിക്കും. നിങ്ങൾക്ക് ഇനി പ്രൈം നമ്പേഴ്സിനകത്ത് ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്യും. എന്താ, നമുക്ക് നേരെ പ്രൈം നമ്പേഴ്സിലേക്ക് പോകാം. ഒന്ന് നോക്കിക്കോ, എല്ലാവരും എന്റെ കൂടെ വന്നേ. പറഞ്ഞേ, നമുക്ക് എന്താ വേണ്ടേ? നമ്മൾ പ്രൈം നമ്പർ പഠിക്കാൻ പോവുകയാണ്. എത്ര തൊട്ട് വേണം? 1 തൊട്ട് 100 വരെ വേണം. ഓരോ സംഖ്യയും ഞാൻ എഴുതി നോക്കിയാണ്, പ്രൈം നമ്പേഴ്സ് എഴുതി നോക്കിയാണ്. പ്രൈം നമ്പേഴ്സ് എഴുതി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം, ഇങ്ങോട്ട് നമുക്ക് പ്രൈം നമ്പേഴ്സ് എഴുതാം. ആണല്ലോ? ഓക്കെ, ഓരോ സംഖ്യയും ഞാൻ നോക്കുക. ഫസ്റ്റ് നമ്പർ 1 ആണ്. അത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. 1 എന്ന് പറഞ്ഞ നമ്പർ അതൊരു അഭാജ്യ സംഖ്യയുമല്ല. അഭാജ്യ സംഖ്യകളല്ലെങ്കിൽ ആ സംഖ്യ ഭാജ്യ സംഖ്യ ആയിരിക്കണം. പൊതുവെ അങ്ങനെ വരണ്ടേ. ഒരു സംഖ്യ പ്രൈം അല്ലെങ്കിൽ അത് ഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കണം. പക്ഷെ 1നെ നമ്മളൊരു ന്യൂട്രൽ ആയിട്ട് കണക്ക് കൂട്ടുന്നത് എന്ന് വെച്ചാൽ അഭാജ്യ സംഖ്യയുമല്ല ഭാജ്യ സംഖ്യയുമല്ല. എന്ന ഒരു കാര്യം നമുക്ക് ഇപ്പോഴേ പറയാം, അഭാജ്യ സംഖ്യയും ഭാജ്യ സംഖ്യയും അല്ലാത്ത സംഖ്യയാണ് ഏതെന്ന് പറയുന്നത് 1. 1 ഒരു ന്യൂട്രൽ നമ്പർ. എന്നാ ഒരു ചോദ്യം ഉണ്ടായല്ലോ. എന്താ ചോദ്യം? അഭാജ്യ സംഖ്യയും ഭാജ്യ സംഖ്യയും അല്ലാത്ത ഒരു സംഖ്യ, ഒരെണ്ണൽ സംഖ്യ, അഭാജ്യ സംഖ്യയും ഭാജ്യ സംഖ്യയും അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? 1. ക്ലിയർ ആണ്. 1 അഭാജ്യ സംഖ്യയല്ല ഭാജ്യ സംഖ്യയല്ല. എന്നാ പിന്നെ അടുത്തയിലേക്ക് പോകാം. അടുത്ത പറയുമ്പോ ഏതാ? 2. ഇനി നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കണം, 2 പറയുമ്പോ ആലോചിക്കണം, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും? ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും? 2 കിട്ടുന്നത് 1 ഗുണം 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് വെച്ചാ 2ന്റെ ഘടകം 1ഉം 2ഉം. മറ്റു സംഖ്യ ഉണ്ടോ? ഇല്ല. ഒരു സംഖ്യയുടെ ഘടകം 1ഉം ആ സംഖ്യയും മാത്രമല്ലേ ഉള്ളു. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ പറയും, എന്തു പറയും? 2 എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യ. 2 അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പം നമുക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടി. ആദ്യത്തെ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ആദ്യത്തെ അഭാജ്യ സംഖ്യ പറയടേ, ഏതാ? 2. ആദ്യത്തെ അഭാജ്യ സംഖ്യ 2. ക്ലിയർ. എന്നാ അടുത്ത നമ്പർ പറ. അടുത്ത നമ്പർ ഏതാ? 3 അഭാജ്യ സംഖ്യയാണോ? ഇത് നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യും. നിങ്ങൾ പറയണം 3 അഭാജ്യ സംഖ്യയാണോ? ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാ 3 കിട്ടും? പറഞ്ഞേ. 1 × 3 3. മറ്റ് സംഖ്യ എല്ലാം കൊണ്ട് ഗുണിച്ചാ 3 കിട്ടുവോ? ഇല്ല. എന്നാ നിങ്ങൾ പറയും 3 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? അഭാജ്യ സംഖ്യ. ഓക്കെയാണ്, 3 അഭാജ്യ സംഖ്യ. അടുത്തയിലേക്ക് നമ്മളിത് പറഞ്ഞു പോവാ. നമുക്ക് 100 വരെ എഴുതണം. എന്നാ പറ, അടുത്ത നമ്പർ പറ. 4 എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യയാണോ? 4 അഭാജ്യ സംഖ്യയാണോ? എങ്ങനെ ചെക്ക് ചെയ്യും? 4ന്റെ ഘടകം പറഞ്ഞേ. 4ന്റെ ഘടകം 1 × 4 4. ശരി, 1 ആ നമ്പരുമായി. അതെല്ലാ നമ്പറിനും അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റു വല്ലതും ഉണ്ടോ? മറ്റുണ്ടല്ലോ. 2 × 2 എന്ന് പറഞ്ഞ 4 എന്ന് വെച്ചാ മറ്റൊരു സംഖ്യയെ കൊണ്ട് ഗുണിച്ചല്ലോ. 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4ന്റെ ഘടകത്തിൽ 1ഉം 2ഉം 4ഉം 1. അതുകൊണ്ട്
4 എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല. 4 പറയത്തില്ല. എന്നാ അടുത്ത പറയും. അടുത്ത ഏതാ? 5 അഭാജ്യ സംഖ്യയാണോ? 5ന്റെ ഘടകം 1 × 5 5 ആണല്ലോ. മറ്റു സംഖ്യ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പറയും 5 അഭാജ്യ സംഖ്യയാണ്. 5 കഴിഞ്ഞ അടുത്തയിലേക്ക് നമ്മൾ വരുമ്പോ നമ്മൾ പറയും 6 അഭാജ്യ സംഖ്യയാണോ? പറഞ്ഞേ, 6 അഭാജ്യ സംഖ്യയാണോ? പറയണേ. 6ന്റെ ഘടകം പറ. 6ന്റെ ഘടകം എന്ന് പറഞ്ഞ 1 × 6 6. ശരി. പക്ഷെ മറ്റു സംഖ്യ ഉണ്ടോ? ഉണ്ടല്ലോ. 2 × 3 6 എന്ന് പറഞ്ഞാൽ അത് മറ്റു സംഖ്യ അല്ലേ? അങ്ങനെ മറ്റു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പിന്നെ അത് അഭാജ്യ സംഖ്യയാണോ? അല്ല. എന്നാ ഞാൻ ഒരു കാര്യം കൂടെ ഇപ്പോഴങ്ങ് പറയും. ഈ 4 എന്ന് പറഞ്ഞ സംഖ്യയെ നമ്മൾ 2 × 2 എന്ന് എഴുതി. 6 എന്ന് പറഞ്ഞ സംഖ്യയെ നമ്മൾ 2 × 3 എഴുതി. ഇവിടെ അങ്ങനെയാണെങ്കിലേ എല്ലാ ഇരട്ട സംഖ്യകളെയും നമുക്ക് 2 കൊണ്ട് ഗുണിച്ചൂടെ? എല്ലാ ഇരട്ട സംഖ്യകളെയും 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ 2 എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഖ്യയല്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 8നെ നമുക്ക് 2 × 4 എന്ന് എഴുതാം. 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. 12ന് നമുക്ക് 2 × 6 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എല്ലാ ഇരട്ട സംഖ്യകളെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പറയാം എല്ലാ ഇരട്ട സംഖ്യയുടെയും ഒരു ഫാക്ടർ 2 ആകുന്നത് കൊണ്ട് ഒന്നും ആ നമ്പരും മാത്രമല്ല, അതിനകത്തൊരു ഘടകമായിട്ട് 2 വരുന്നത് കൊണ്ട് ബാക്കി വരുന്ന ഇരട്ട സംഖ്യകളൊന്നും, എന്ന് വെച്ചാൽ 2 ഒഴികെയുള്ള ഇനി ഒരു ഇരട്ട സംഖ്യയും അഭാജ്യ സംഖ്യ അല്ല. ക്ലിയർ? 2 ഒഴികെയുള്ള ഒരു ഇരട്ട സംഖ്യകളും അഭാജ്യ സംഖ്യയില്ല. ഒരു ചോദ്യത്തിന്റെയും കൂടെ ഉത്തരവായി ഇരട്ട സംഖ്യയായിട്ട് വരുന്ന ഒരേ ഒരു അഭാജ്യ സംഖ്യ ഏതായിരിക്കും? 2. ഇരട്ട സംഖ്യയായിട്ട് വരുന്ന ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ്? 2. ഇനി ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ. അഭാജ്യ സംഖ്യ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം എന്ത് നോക്കണ്ട? ഇരട്ട സംഖ്യകൾ നോക്കണ്ട. അഭാജ്യ സംഖ്യകൾ നിങ്ങൾ ചെയ്യുമ്പോ എന്ത് നോക്കണ്ട? ഇരട്ട സംഖ്യകൾ നോക്കണ്ട. ഒറ്റ സംഖ്യകൾ മാത്രമേ ഇത് നോക്കൂ. കാരണം എല്ലാ ഇരട്ട സംഖ്യകളെയും 2 കൊണ്ട് ഗുണിക്കും. ഓക്കെ ആണ്? ക്ലിയർ ആണ്? എന്നാ പറയാം 6 നോക്കണ്ട, കാരണം 2 വരും. എന്നാ അടുത്തത് 7, ഒറ്റ സംഖ്യ മാത്രം. ഇനി ഞാൻ എല്ലാം മനസ്സിൽ പറയും. 7 പറയാം. 7 പറയുമ്പോ 1 × 7 7. ശരി. വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 7 അഭാജ്യ സംഖ്യയാണ്. 8 നോക്കണോ? വേണ്ട. ഇരട്ട സംഖ്യ നോക്കണ്ട. നമുക്കിനി 50 നമ്പർ നോക്കിയാൽ മതി. 50 പോയി. ഒറ്റ സംഖ്യ 50 പോയി. ഇനി ഇരട്ട സംഖ്യയായിട്ടുള്ള 50 നോക്കിയാൽ മതി. ശരിയല്ല? അത്രയും നമുക്ക് കുറഞ്ഞു കിട്ടി. ഇരട്ട സംഖ്യകൾ ഇനി നോക്കണ്ട. 7 വേണ്ട. 7 വേണം. 7 എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യയാണെന്ന് കിട്ടി. അടുത്ത 8 വേണോ? 8 വേണ്ട. കാരണം എന്തുകൊണ്ടാ? 2 × 4 8. വീണ്ടും ഇരട്ട സംഖ്യ കൊണ്ട് ഗുണിച്ചല്ലോ. വേണ്ട. ഇരട്ട സംഖ്യ നോക്കണ്ടെന്ന് പറഞ്ഞു. 8 നോക്കുന്നില്ല. എന്നാ പിന്നെ അടുത്ത 9 നോക്കാം. 9 കണ്ടാ നിങ്ങൾ അന്നേരം പറയും 3 × 3 9. പെട്ടെന്ന് കിട്ടി. 3 × 3 9. 3 എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ അഭാജ്യ സംഖ്യയാണ്? അല്ല. അങ്ങനെയാണെങ്കിൽ 9 അഭാജ്യ സംഖ്യയല്ല. 10 നോക്കത്തേ ഇല്ല. 10 എന്ന് പറഞ്ഞ ഇരട്ട സംഖ്യ. അങ്ങനെയാണെങ്കിൽ അഭാജ്യ സംഖ്യയല്ല. എന്നാ നമ്മൾ പറയും 1 തൊട്ട് 10 വരെയുള്ള അഭാജ്യ സംഖ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? 2, 3, 5, 7. റെഡിയാണേ? അങ്ങനെയാണെങ്കിൽ 10 തൊട്ട് 20 വരെയുള്ള അഭാജ്യ സംഖ്യയോടെ നമ്മളിപ്പോ പഠിക്കും. 1 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യ പഠിച്ചു. എന്നാൽ നമ്മൾ ഇപ്പൊ തന്നെ 10 തൊട്ട് 20 വരെയുള്ള അഭാജ്യ സംഖ്യ പഠിക്കുകയാണ്. ഞാൻ പറയുകയാണ് 11 അഭാജ്യ സംഖ്യയാണോ? 11. 1 × 11 11. ശരി. വേറെ വല്ല സംഖ്യ ഉണ്ടോ? മറ്റു വല്ല സംഖ്യ കൊണ്ട് വിളിച്ചാൽ 11 കിട്ടുമോ? കിട്ടത്തില്ല. അന്നേരം ഉറപ്പിക്കാം 11 അഭാജ്യ സംഖ്യയാണ്. ശരി. 12 അഭാജ്യ സംഖ്യയാണോ? ഏതെങ്കിലും സംഖ്യകളെ കൊണ്ട് ഗുണിച്ചാൽ 12 നോക്കണോ? 12 അങ്ങനൊക്കെ പറയുന്നതിന് മുമ്പ് 12 നോക്കണോ? വേണ്ട. എന്തുകൊണ്ടാ നോക്കണ്ടാത്തെ? 12 എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. ഓക്കെ. ശരി. 12 നോക്കണ്ട. ഇരട്ട സംഖ്യ നമ്മൾ നോക്കില്ല. 12 വേണ്ട. എന്നാ പിന്നെ അടുത്ത ഏതാണ്? 11 കഴിഞ്ഞാൽ പിന്നെ 13 അഭാജ്യ സംഖ്യയാണോ? പറഞ്ഞേ. 13 അഭാജ്യ സംഖ്യയാണോ? 13. 1 × 13 13. ശരി. 1 ആ നമ്പരും. മറ്റേതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. മറ്റൊരു സംഖ്യ ഇല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് പറയും 13 അഭാജ്യ സംഖ്യയാണ്. ക്ലിയർ? പറ. 14 നോക്കുവോ? നോക്കത്തില്ല. ഇരട്ട സംഖ്യ നോക്കത്തില്ല. 15 നോക്കുവോ? 15 നോക്കിക്കഴിഞ്ഞാ 5 കൊണ്ട് ഗുണിച്ചൂടെ? 5 × 3 = 15 അല്ലേ? 5 × 3 = 15. ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഈ അവസാനം 5 വരുവാണെങ്കിൽ അത് 5ന്റെ ഗുണിതമല്ലേ? 15.
25, 35, 45, 55, 65 അങ്ങനൊക്കെ വന്ന അതിനെ എല്ലാത്തിനും നമുക്ക് 5 കൊണ്ട് ഗുണിക്കാം. അതുകൊണ്ട് അവസാന 5 വരുന്ന ഒരു സംഖ്യയും ഇനി നോക്കണ്ട. അവസാന 5 വരുന്ന 5 ഉണ്ട്, പക്ഷെ ഇനി അവസാന 5 വരുന്ന ഒരു സംഖ്യയെ നോക്കണ്ട. കാരണം അവസാന 5 വരുന്ന എല്ലാ സംഖ്യയും നമുക്ക് 5 കൊണ്ട് ഗുണിക്കാം. 5 × 3 15, 5 × 5 25, 5 × 7 35 അങ്ങനെയൊക്കെ എഴുതാവുന്നതുകൊണ്ട് നമ്മൾ പറയും അവസാന 5 വരുന്ന ഒരു നമ്പരും നോക്കില്ല, അതിന് നോക്കത്തില്ല. അതുകൊണ്ട് 15 വേണ്ട, അത് പ്രൈം നമ്പർ അല്ല. എന്നാ പിന്നെ അടുത്ത പറ 16 വേണോ, പ്രൈം നമ്പർ ആണോ? നോക്കില്ല, ഇരട്ട സംഖ്യ വേണ്ട. എന്നാ അടുത്തതേതാ? 17. 1 × 17 17, മറ്റ് സംഖ്യയില്ല, 17 അഭാജ്യ സംഖ്യയാണ്. 18 നോക്കുവോ? ഇല്ല, ഇരട്ട സംഖ്യ നോക്കില്ല. അടുത്ത ഏതാ? 19. 1 × 19 19, മറ്റ് സംഖ്യകൾ കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. അവിടെ വെച്ച് നമ്മൾ പറയും 19 എന്ത് തന്നെയാണ്? അഭാജ്യ സംഖ്യ. അടുത്തേം പഠിച്ചു. ഏതാ? 10ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ പഠിച്ചു. ഏതൊക്കെയാണ്? 11, 13, 17, 19. ക്ലിയർ ആയേ? അടുത്തയിലേക്ക് വരാം. എല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞു പോകും. പറഞ്ഞ അടുത്ത ഏതാ? 20. 20 വേണോ? വേണ്ട, ഇരട്ട സംഖ്യ വേണ്ട. അടുത്ത ഏതാ? 21 വേണോ? 21 നോക്കുമ്പോ നിങ്ങൾ പറയും 21 അഭാജ്യ സംഖ്യ ആണോ? അവിടെ ഒന്ന് ആലോചിക്കുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി. 7 × 3 21. 7 × 3 21 ആണെങ്കിൽ പിന്നെ 21 വേണ്ട. 21 നിങ്ങൾ പറയത്തില്ല, വേണ്ട. എന്നാ അടുത്ത പറ 22 നോക്കുവോ? നോക്കത്തില്ല. 22 നോക്കത്തില്ലെങ്കിൽ പിന്നെ അടുത്ത നമ്പർ 23. 23 അഭാജ്യ സംഖ്യയാണ്. 1 × 23 മാത്രമേ ഉള്ളൂ, അത് അഭാജ്യ സംഖ്യ. ഓക്കെ, ക്ലിയർ ആയി. ഇനി പറ 24 വേണോ? വേണ്ട, ഇരട്ട സംഖ്യ വേണ്ട. ശരി, 25 വേണോ? വേണ്ട, അവസാനം 5 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, അതും വേണ്ട. 26 വേണോ? 26 വേണ്ട, ഇരട്ട സംഖ്യ വേണ്ട. പിന്നെ 27 വേണോ? അത് നമുക്ക് നോക്കാം. 27 വേണോ? 27 അഭാജ്യ സംഖ്യയാണോ? ഏതേലും കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. 9 × 3 = 27 അല്ലേ? ഇങ്ങനെ അത് ഗുണിക്കാൻ പറ്റും. അവിടെ വെച്ച് നമ്മൾ പറയും 27 അഭാജ്യ സംഖ്യ അല്ല. തീർന്നു. എന്നാ പറ 28 അഭാജ്യ സംഖ്യയാണോ? ഇരട്ട സംഖ്യ നോക്കത്തില്ല, അത് വേണ്ട. എന്നാ അടുത്ത പറയും അടുത്ത അഭാജ്യ സംഖ്യ ഏതാ? 29. ക്ലിയർ ആണ്. അടുത്ത അഭാജ്യ സംഖ്യ 29. ചുരുക്കി പറഞ്ഞ 23 കഴിഞ്ഞ അടുത്ത അഭാജ്യ സംഖ്യ 29. കിട്ടിയല്ലോ. ഒരു കാര്യം കൂടെ പഠിച്ചു. 20ന്റെയും 30ന്റെയും ഇടയ്ക്ക് 2 അഭാജ്യ സംഖ്യയുള്ള ഏതൊക്കെയാണ്? 23, 29. ഇത്രയും പറ. ഇത്രയൊന്ന് പറഞ്ഞു പഠിച്ച് ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യ? 1 തൊട്ട് 30 വരെയുള്ള അഭാജ്യ സംഖ്യ താണ്ട് ഇപ്പോഴേ പഠിച്ചു. ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാ? ആദ്യം 1ന്റെയും 10ന്റെയും ഇടയ്ക്ക് പറഞ്ഞ് 2, 3, 5, 7. പറഞ്ഞു വാ, കൂടെ പറഞ്ഞ് പഠിച്ചു വാ. ഇപ്പൊ ഇത് തീർക്കാൻ. 2, 3, 5, 7. 10ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ പറ. 11, 13, 17, 19. ഇരട്ട സംഖ്യ ഒന്നും ഇനി പറയല്ലേ, അവസാനം 5 വരുന്നതിനും പറയല്ലേ. ക്ലിയർ ആയി. 20ന്റെയും 30ന്റെയും ഇടയ്ക്ക് 2 അഭാജ്യ സംഖ്യ ഏതൊക്കെയാ? 23ഉം 29. വ്യക്തമാണ്. ഓക്കെ ആണല്ലോ. 30 പേരുള്ള അഭാജ്യ സംഖ്യ നമ്മൾ പഠിച്ചു. എന്നാ നമുക്ക് അടുത്തയിലേക്ക് പോവാം. 30 കഴിഞ്ഞ. ഓക്കെ, ഇതോടെ നമുക്ക് പറയാം. 30 കഴിഞ്ഞ അടുത്ത നമ്പർ 31. ഏതെങ്കിലും സംഖ്യയെ കൊണ്ട് ഗുണിച്ചാൽ 31 കിട്ടുമോ? 1 × 31 31. ശരി, മറ്റേതെങ്കിലും സംഖ്യ നിങ്ങൾക്ക് അറിയാവോ? അറിയത്തില്ല. കാരണം എന്താ? ഇല്ല. ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റും. കാരണം നിങ്ങൾ പറയും മറ്റ് സംഖ്യകൾ കൊണ്ടൊന്നും ഗുണിക്കാൻ പറ്റാത്തത് കൊണ്ട് 31 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഭാജ്യ സംഖ്യ ആയിരിക്കും. റെഡിയാണ്. ക്ലിയർ ആണേ? എന്നാ പറയാൻ 32 പറയാൻ പറ്റുമോ? 32 നിങ്ങൾ പറയൂടെ? പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? നിങ്ങൾ പറയും 32 ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ ഞാൻ ഇനി നോക്കത്തേയില്ല. ശരി, എന്നാ അടുത്തത് പറയുക 33 അഭാജ്യ സംഖ്യയാണോ? 31 കണ്ടാ നിങ്ങൾ പറയും ഏതാ? 31 കാണുമ്പോഴേ അറിയാം. 3 കൊണ്ട് ഗുണിക്കാം. 3നെ കൊണ്ട് 11 ഗുണിച്ച 33. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 33 എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യയാണോ? അല്ല. എന്നാ അടുത്ത പറ 34 നോക്കുവോ? 34 നോക്കത്തില്ല. ഇരട്ട സംഖ്യ നോക്കത്തില്ല. 35 നോക്കുവോ? 35 നോക്കത്തില്ല. അവസാനം 5 ആണെങ്കിൽ അതും നോക്കത്തില്ല. 36 നോക്കുക. 36 നോക്കത്തില്ല. ഇരട്ട സംഖ്യ നോക്കത്തില്ല. എന്നാ അടുത്ത് പറയും അടുത്ത അഭാജ്യ സംഖ്യ 37. അടുത്ത അഭാജ്യ സംഖ്യ 37. 31 കഴിഞ്ഞാൽ പിന്നെ 37 ഉള്ള. അടുത്തയിലേക്ക് പോവാം. 38 വേണോ? 38 വേണ്ട. ഇരട്ട സംഖ്യ നോക്കത്തില്ല.
അടുത്തത് നിങ്ങൾക്ക് നല്ലതുപോലെ ഡൗട്ട് വന്നൊരു നമ്പറാണ് 39 അഭാജ്യ സംഖ്യയാണോ? ചിലപ്പോഴെങ്കിലും അതൊക്കെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് നോക്കിയേ, 39നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കാവോ? ഒന്ന് പറയണം. 39നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാം. എത്ര കൊണ്ട് ഗുണിക്കാം? അത് 3ന്റെ ഡിവിസിബിലിറ്റിക്കകത്ത് വരും. 3 കൊണ്ട് ഗുണിക്കാം. 3നെ കൊണ്ട് 13 ഗുണിച്ച 13 ഗുണം 3 എന്ന് പറഞ്ഞാൽ 39 ആണ്. 13നെ കൊണ്ട് 3 ഗുണിച്ച 39 ആണ്. എന്ന് വെച്ചാൽ 39നെ കൊണ്ട് മറ്റൊരു സംഖ്യയെ ഗുണിച്ചു. 39 കൊണ്ട് മറ്റ് ഘടകങ്ങളുണ്ട് 39ൽ. അതുകൊണ്ട് പറയും 39 അഭാജ്യ സംഖ്യയല്ല. അന്നേരം നമ്മൾ ഉറപ്പിക്കും 30ന്റെയും 40ന്റെ ഇടയ്ക്ക് 2 അഭാജ്യ സംഖ്യയുള്ള ഏതൊക്കെയാണ്? 31ഉം 37ഉം. ക്ലിയർ ആണ്? 30ന്റെയും 40ന്റെ ഇടയ്ക്ക് 2 അഭാജ്യ സംഖ്യയുള്ള ഏതൊക്കെയാണ്? 31ഉം 37ഉം. റെഡിയാണ്? മനസ്സിലായല്ലോ? വ്യക്തമാണെങ്കിൽ അടുത്തയും കൂടെ നമ്മൾ ഇപ്പോഴങ്ങ് പറയും. അടുത്ത ഏതാ നമുക്ക് വേണ്ടേ? 40ന്റെയും 50ന്റെ ഇടയ്ക്ക്. നമ്മളെ 39 വരായി. എന്നാ അടുത്ത നിങ്ങൾ പറ, 40 അഭാജ്യ സംഖ്യയാണോ? 40 അഭാജ്യ സംഖ്യ അല്ല. എന്തുകൊണ്ടല്ല? 40 ഇരട്ട സംഖ്യ. അങ്ങനെയാണെങ്കിൽ 40 വേണ്ട. അടുത്തയിലേക്ക് നേരെ പോവും. 41 അഭാജ്യ സംഖ്യയാണോ? 41നെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ? 1 കൊണ്ട് 41 41. വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ? മറ്റേതെങ്കിലും ഒരു സംഖ്യയെ കൊണ്ട് ഈ 41നെ ഗുണിക്കാൻ പറ്റുമോ? 1 ഗുണം 41 41 അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല. ഒരു സംഖ്യ കൊണ്ട് നിങ്ങൾ പറയത്തില്ലല്ലോ. പറയാൻ പറ്റുമോ? ഇല്ല. 41 പറയാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? 41 അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ ആണെങ്കിൽ പിന്നെ മറ്റു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നത് എങ്ങനെ? പറ്റത്തില്ല. എന്നാ അടുത്തയിലേക്ക് പോവാം. 42. 42 നിങ്ങൾ നോക്കൂടെ, പറയടേ. 42 എന്ന് പറഞ്ഞ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ പിന്നെ 42 വേണ്ട. എന്ന് അടുത്തിരിക്കുന്ന ആള് പറയും, സാറേ 43 എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യയാണ്. ശരിയല്ലേ? 43 അഭാജ്യ സംഖ്യയാണോ? ആണ്. മറ്റു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റിയോ? ഏതായാലും സംഖ്യ നിങ്ങൾക്കൊന്ന് ഗുണിച്ച് പറയാമോ? പറ്റത്തില്ല. 43 1 43 എന്നല്ലാതെ മറ്റൊരു നമ്പർ കൊണ്ട് 43 ഗുണിക്കാൻ പറ്റത്തില്ല. കാരണം 43 അഭാജ്യ സംഖ്യയാണ്. എന്നാ പറയാൻ 44 അഭാജ്യ സംഖ്യയാണോ? 44. എന്തിനാ 44 നോക്കുന്നത്? 44 ഇരട്ട സംഖ്യയാണെങ്കിൽ 44 വേണ്ട. 44 അഭാജ്യ സംഖ്യ അല്ല. 45 വേണം. അവസാനം 5. അപ്പോഴേ പറഞ്ഞു, അവസാനം 5 ആണെങ്കിൽ അഭാജ്യ സംഖ്യ അല്ല. 5 കൊണ്ട് ഗുണിക്കും. അടുത്ത 46 അഭാജ്യ സംഖ്യയാണോ? 46 നോക്കുവോ? 46 നോക്കത്തില്ല. കാരണം ഇരട്ട സംഖ്യ ആണെങ്കിൽ പിന്നെ നോക്കണ്ട, 2 കൊണ്ട് ഗുണിക്കും. 46 വേണ്ട. എന്നാ പറയും അടുത്തത് ഏതാ? 47 അഭാജ്യ സംഖ്യയാണോ? 47. മറ്റേതെങ്കിലും സംഖ്യ കൊണ്ട് ആരേലും ഒന്ന് ഗുണിച്ച് പറയാവോ? 47നെ കൊണ്ട് ഒന്നും 47 അല്ലാതെ മറ്റേതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് പറയാവോ? പറ്റത്തില്ല. കാര്യം 47 അഭാജ്യ സംഖ്യയാണ്. ക്ലിയർ? എന്നാ പറ, 48 അഭാജ്യ സംഖ്യയാണോ? ഇരട്ട സംഖ്യയാണെങ്കിൽ നോക്കത്തില്ല. അവസാനം നമ്മൾ നോക്കും 49 അഭാജ്യ സംഖ്യയാണോ? നിങ്ങൾ അന്നേരെ പറയും 49 കണ്ടാ പറയും 7 × 7 49. 7 എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഖ്യയാണ്. അതുകൊണ്ട് പറയും 49 അഭാജ്യ സംഖ്യയല്ല. 50 അഭാജ്യ സംഖ്യയാണോ? 50 അഭാജ്യ സംഖ്യയല്ല. എന്തുകൊണ്ടല്ല? 50 എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ നമ്മൾ നോക്കില്ല. ഇവിടെ വെച്ച് നമ്മൾ പറയും 40ന്റെയും 50ന്റെ ഇടയ്ക്ക് 3 അഭാജ്യ സംഖ്യ ഉണ്ട്. ഏതൊക്കെയാ? 41, 43, 47. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മൾ 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകൾ പഠിച്ചു കഴിഞ്ഞു. 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? പറ. ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, 8 എണ്ണം. 8ഉം 2ഉം 10, 10ഉം 2ഉം 12, 12ഉം 3ഉം 15 നമ്പർ പഠിച്ചു. ഒന്ന് പറഞ്ഞൂടെ? ഈ 15 നമ്പര് കാണാതെ പഠിക്കാതെ ഓരോ നമ്പരും ഇങ്ങനെ ആലോചിച്ച് നോക്കി പറഞ്ഞൂടെ? അതല്ലേ ഏറ്റവും എളുപ്പം. എന്തിനാ കാണാതെ പഠിച്ചു നോക്കുന്നത്? ഓരോ സംഖ്യ എടുത്തെടുത്ത് ചെക്ക് ചെയ്ത് അങ്ങനെ നോക്കിയ അതല്ലേ മനസ്സിലാക്കി പഠിക്കാൻ ഏറ്റവും നല്ലത്. ഇനി മേല നിങ്ങൾക്ക് 1 തൊട്ട് 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് തെറ്റുവോ? ഒന്ന് ശ്രദ്ധിച്ച് ഇത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കിയേ. ഒന്ന് പറഞ്ഞേ. ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയിട്ട് ആ പ്രൈം നമ്പർ കണ്ടുപിടിച്ച രീതി ഒന്ന് മനസ്സിലാക്കിയേ. പ്രൈം നമ്പർ ക്ലിയർ ആണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചേ. ഓക്കെ, അന്നേരം എന്താണ് 1 തൊട്ട് 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആയി പറഞ്ഞേ. ഇപ്പൊ ഒന്ന് പഠിക്കാം. ഇപ്പൊ തന്നെ നമുക്ക് പഠിക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞങ്ങ് തീർക്കാം.
1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പറ. 1 തൊട്ട് 10 വരെ 4 എണ്ണം. ഏതൊക്കെ? 2, 3, 5, 7. കഴിഞ്ഞു. 10ന്റെയും 20ന്റെയും ഇടയ്ക്ക് 4 എണ്ണം പറ. ഏതൊക്കെയാ? 11, 13, 17, 19. 4 എണ്ണം. കഴിഞ്ഞു. 20ന്റെയും 30ന്റെയും ഇടയ്ക്ക് 2 എണ്ണം. ഏതൊക്കെയാ? 23, 29. കഴിഞ്ഞു. 30ന്റെയും 40ന്റെയും ഇടയ്ക്ക് 2 എണ്ണം. ഏതൊക്കെയാ? 31, 37. കഴിഞ്ഞു. 40ന്റെയും 50ന്റെയും ഇടയ്ക്ക് 3 എണ്ണം. ഏതൊക്കെ? 41, 43, 47. ക്ലിയർ ആണ്? വീണ്ടും വായിക്കണം. ഓരോ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് എത്ര എണ്ണം ഓർത്ത് വെച്ചേക്കണം. 1ന്റെയും 10ന്റെയും ഇടയ്ക്ക് 4 എണ്ണം. ആ 4 എണ്ണം ഏതൊക്കെയാന്ന് ആലോചിക്കണം. 10ന്റെയും 20ന്റെയും ഇടയ്ക്ക് 4 എണ്ണം. ആ 4 എണ്ണം ഏതൊക്കെ? 20ന്റെയും 30ന്റെയും ഇടയ്ക്ക് 2 എണ്ണം. ഏതൊക്കെ? 23, 29. 30ന്റെയും 40ന്റെയും ഇടയ്ക്ക് 2 എണ്ണം. ഏതൊക്കെ? 31, 37. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ച പ്രൈം നമ്പേഴ്സ് ക്ലിയർ ആണ്. 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് 15 നമ്പർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം, ഒന്നുകൂടെ നോക്കണം. പ്രൈം നമ്പേഴ്സ് തനിയെ ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒറ്റയാന്റെയും ശ്രേണികൾ പൂരിപ്പിക്കുന്ന ക്വസ്റ്റ്യന്റെയും ഏത് ചോദ്യം വന്നാലും ഇതൊരു മാർക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഷുവറാണ്, ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ്. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ പ്രൈം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വേണ്ടത് പ്രൈം നമ്പേഴ്സ് 50 മുതൽ 100 വരെയാണ്. പിന്നെ വേണ്ടത് നമ്മൾ ഇന്ന് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ അനകസംഖ്യയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പഠിച്ചു തീർക്കുക. ബാക്കി ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നിടം വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.